ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ഉച്ചവിശ്രമ നിയമം ഫലപ്രദമായി നടപ്പാക്കി UAE. ഈ വർഷത്തെ ഉച്ചവിശ്രമ നിയമം 99.9% സ്ഥാപനങ്ങളും പാലിച്ചതായി അധികൃതർ അറിയിച്ചു. 1.5 ലക്ഷത്തോളം പരിശോധനകളാണ് ഈ വർഷം മാത്രം നടത്തിയത്. തൊഴിലാളികൾക്ക് കനത്ത ചൂടിൽ നിന്ന് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായി 20-ാം വർഷമാണ് രാജ്യത്ത് ഉച്ചവിശ്രമ നിയമം നടപ്പാക്കിയത്. ജൂൺ 15-ന് ആരംഭിച്ച 3 മാസത്തെ നിയമം ഫലപ്രദമായി നടപ്പാക്കിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ 99.9% സ്ഥാപനങ്ങളും നിയമം കൃത്യമായി പാലിച്ചതായാണ് മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാലയളവിനിടെ 1,34,000 പരിശോധനകളാണ് വിവിധയിടങ്ങളിൽ അധികൃതർ നടത്തിയത്. ഇതിലാകെ 51 നിയമലംഘനങ്ങളാണ് ഇത്തവണ കണ്ടെത്തിയതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്ന കമ്പനികൾ ഓരോ തൊഴിലാളിയുടെ പേരിലും 5,000 ദിർഹം വരെയും ഒന്നിലേറെ ലംഘനങ്ങൾക്ക് പരമാവധി 50,000 ദിർഹം വരെയും പിഴ നൽകണമെന്നാണ് ചട്ടം. വെള്ളം, വൈദ്യുതി, ഗതാഗതം തുടങ്ങിയ അടിയന്തര വിഭാഗത്തിലുള്ള ജോലികൾക്ക് നിയമത്തിൽ ഇളവ് നൽകിയിരുന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 മണി വരെയായിരുന്നു നേരിട്ട് സൂര്യപ്രകാശമേൽക്കും വിധം ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം. 24 ദുബായ്. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അഹ്മദ് അൽ സബാഹ് ബയോമെട്രിക് നടപടി പൂർത്തിയാക്കി. രാജ്യത്തെ എല്ലാ പൗരന്മാരും ബയോമെട്രിക് നടപടി പൂർത്തിയാക്കണമെന്ന നിയമത്തിനും വിധേയരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ബയാൻ പാലസിൽ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ സാന്നിധ്യത്തിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിലാണ് അമീർ ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കിയത്. രാജ്യത്തെ പൗരന്മാർ ഈ മാസം 30-നും പ്രവാസികൾ ഡിസംബർ 31-നും മുമ്പായി ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കണം. നിയന്ത്രണം വിട്ട കാർ ദുബായ് വാട്ടർ കനാലിലേക്ക് മറിഞ്ഞ അപകടം. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തി. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഗ്ലാസുകൾ തകർന്നതിനാലാണ് യാത്രക്കാർക്ക് അതിവേഗം രക്ഷപ്പെടാനായത്. പോലീസിലെ മെറീൻ വിഭാഗം ഉദ്യോഗസ്ഥരെത്തിയ കാറാണ് കരയ്ക്ക് കയറ്റിയത്. ഉമുൽ ഖുവൈൻ KMCCയും ഷാർജ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിസർച്ച് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ഉമ്മൽ ഖുവൈൻ UAQ മോളിലായിരുന്നു പരിപാടി. UAQ കമ്മ്യൂണിറ്റി പോലീസ് ചീഫ് നാസർ സുൽത്താൻ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിലെത്തി രക്തദാനം നിർവഹിച്ചു. UAQ KMCC സംസ്ഥാന ഭാരവാഹികളായ അബു ചുറക്കൽ, അഷ്കർ അലി തിരുവത്ര, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ യൂണിറ്റ് ലീഡർ ഡോക്ടർ മുസദ്ദർ എന്നിവർ നേതൃത്വം നൽകി. ട്രൈ സ്റ്റേറ്റ് കേരള ഫോറം ഫിലാഡൽഫിയയിൽ ഓണം ആഘോഷിച്ചു. നടിയും മോഡലുമായ ശ്വേത മേനോൻ, നവനീത് ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. അഭിലാഷ് ജോൺ, സെക്രട്ടറി ബിനു മാത്യു, ട്രഷറർ ഫിലിപ്പോസ് ചെറിയാൻ, ചെയർമാൻ ജോബി ജോർജ്, പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസെന്റ് ഇമ്മാനുവൽ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ആഘോഷത്തിന് തുടക്കമിട്ടു. പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസെന്റ് ഇമ്മാനുവൽ, സെക്രട്ടറി ബിനു മാത്യു, സാജൻ വർഗീസ്, ജിമോൻ ജോർജ് നടവയൽ, രാജൻ സാമുവൽ, സുധാകർത്ത, സുമോദ് നെല്ലിക്കാല എന്നിവർ നേതൃത്വം നൽകി. ഈ വർഷത്തെ ട്രൈ സ്റ്റേറ്റ് പേഴ്സണൽ ഓഫ് ദി ഇയറിന് ഡൊമിനിക് അജിത് ജോൺ അർഹനായി. ട്രഷറർ ഫിലിപ്പോസ് ചെറിയാൻ നന്ദി പ്രകാശനം നടത്തി. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ച അനുശോചന യോഗം സംഘടിപ്പിച്ചു. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അബ്ബാസിയയിൽ പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TV ഹിക്മത്ത് അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചു. ലോക കേരള സഭാ അംഗം R നാഗനാഥൻ, OICC പ്രതിനിധി വർഗീസ് പുതുകുളങ്ങര, KMCC പ്രതിനിധി ബഷീർ ബാത്ത, മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ സെക്രട്ടറി J സജി തുടങ്ങി നിരവധി പേർ അനുശോചിച്ച് സംസാരിച്ചു. സജി തോമസ് മാത്യു സ്വാഗതവും അനിൽകുമാർ നന്ദിയും പറഞ്ഞു. 4ാമത് അബീർ 7 സ്റ്റാർ സൂപ്പർ കപ്പിൽ ഫൈസലിയ FC ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിൽ സംസം റെസ്റ്റോറന്റ് മദീന FCയെ ഏകപക്ഷീയമായി 1 ഗോളിന് തോൽപ്പിച്ചാണ് ഫൈസലിയ FC കിരീടത്തിൽ മുത്തമിട്ടത്. വിജയികൾക്കുള്ള ട്രോഫിയും സമ്മാനത്തുകയും സലിം സമ്മാനിച്ചു. അസ്ലമിനെ മികച്ച കളിക്കാരനായും ആഷിഖിന്റെ മികച്ച ഗോൾ കീപ്പറായും ഷാഹുറിനെ മികച്ച ഡിഫൻഡറായും തിരഞ്ഞെടുത്തു. അയൂബ് മുസ്ലിയാരക്കത്ത്, ഡോക്ടർ ഇന്ദു ചന്ദ്ര, നൌഷാദ് ചാത്തല്ലൂർ എന്നിവർ താരങ്ങളെ പരിചയപ്പെടുത്തി. മിഷിഗണിലെ ദി കേരള ക്ലബ് ഓഫ് ഡിട്രോയിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ചെണ്ടമേളം, താലപ്പൊലി, പുലികളി എന്നിവ ഉണ്ടായിരുന്നു. തിരുവാതിര, മോഹിനിയാട്ടം, ഓണപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, നാടകം തുടങ്ങിയ കലാപരിപാടികൾ ആഘോഷരാവിന് മാറ്റുകൂട്ടി. 2025 50-ാം വാർഷികത്തിൽ എത്തുന്ന ദി കേരള ക്ലബ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ലോഗോ പ്രകാശനം ചെയ്തു. തിരുനബി ജീവിത ദർശനം എന്ന പേരിൽ
അബുദാബി ICF സെൻട്രൽ കമ്മിറ്റി നടത്തിവരുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഗ്രാൻഡ് മീലാദ് മജ്ലിസ് സമാപിച്ചു. അബുദാബി ഫോക്ലോർ തിയേറ്ററിൽ നടന്ന പരിപാടിയിൽ UAEയുടെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. ബുർദ മജ്ലിസിന് ഉസ്മാൻ സഖാഫി തിരുവത്ര, ഹംസ അഹ്സാനി, ഖാലിദ് ഫവാസ് അസ്ഹരി എന്നിവർ നേതൃത്വം നൽകി. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയുടെ പ്രഭാഷണത്തെ ആസ്പദമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനം വിതരണവും SYS മലപ്പുറം ജില്ലാ അബുദാബി ഘടകം പുറത്തിറക്കിയ മൗലിദ് കിതാബിന്റെ പ്രകാശനവും നടന്നു. പ്രവാസ ലോകത്ത് ഓണാഘോഷങ്ങളിൽ വള്ളംകളി മത്സരം പോലെ പ്രിയപ്പെട്ടതാണ് വടംവലി മത്സരവും. ഓസ്ട്രേലിയയിൽ നടന്ന ഓൾ ഓഷ്യാനിയ ടഗ് ഓഫ് വാർ കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ടീം വർക്ക് കൊണ്ട് കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ കയറ്റുന്ന കായിക ഇനം വടംവലി. ഓണക്കാലത്ത് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിൽ നിന്നുമായി 18ഓളം ടീമുകൾ പങ്കെടുക്കുന്ന വടംവലി മത്സരത്തിന്റെ കാഴ്ചകളിലേക്ക്. പോരാട്ടവീര്യത്തിൽ എന്നും മുൻപന്തിയിലാണ് വടംവലി. ചുവടൊന്ന് പിഴച്ചാൽ, മനസ്സൊന്ന് പതറിയാൽ നിലം പരിശാകുന്ന പോർക്കളം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ 2 ദിവസങ്ങളിലും നമ്മുടെ വന്ന ടയർനെസ് ഒക്കെ മാറ്റിവെച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ടീമിന്റെ ഉറച്ച വിശ്വാസം. ഓണക്കാലത്ത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ സജീവമാകുന്ന വടംവലി മത്സരത്തിന് ഓസ്ട്രേലിയയിലും ആരാധകർ ഏറെയാണ്. മത്സരം വീക്ഷിക്കാൻ ആയിരങ്ങളെത്തിയപ്പോൾ തെക്കൻ ബ്രിസ്ബെയിനിലെ സണ്ണി ബാങ്ക് കായിക കേരളത്തിന്റെ മിനി പതിപ്പായി മാറി. ഇത്രത്തോളം വലിയ ആവേശകരമായ ഒരു മത്സരമായി മാറിയതിന് ബ്രിസ്ബൻ ഇത് നടത്തിയ അസോസിയേഷനുള്ള ഞങ്ങളുടെ വലിയൊരു അഭിനന്ദനങ്ങളും താങ്ക്സും. ഇക്കഴിഞ്ഞ ആഴ്ച ഓക്ലാൻഡിന്റെ മണ്ണിൽ അട്ടിമറിച്ച കുലപതി കൂട്ടങ്ങൾക്ക് പേരത്. ബ്രിസ്ബെയിൻ സ്റ്റാർസ് ക്ലബ് സംഘടിപ്പിച്ച മത്സരത്തിൽ 18ഓളം ടീമുകളാണ് മാറ്റുരച്ചത്. വീറും വാശിയും നിറഞ്ഞുനിന്ന മത്സരങ്ങളിൽ ടീം സ്പിരിറ്റിന്റെ മികവിൽ ബ്രിസ്ബെയിൻ സെവൻസ് 1ാം സ്ഥാനം വലിച്ചെടുത്തു. മികച്ച കായികക്ഷമതയും കൈയടക്കവും കൊണ്ട് അവസാന നിമിഷം വരെ പൊരുതിയ ടൗൺസിൽ ടൈറ്റൻസ് 2ാം സ്ഥാനക്കാരായി. ഓണക്കാലത്തെ ഉശിരിന്റെ പോരാട്ട കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബ്രിസ്ബെയിനിൽ നിന്നും ക്യാമറമാൻ ആൽവിനൊപ്പം സ്വരാജ് സെബാസ്റ്റ്യൻ, 24. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം സംസ്ഥാനത്ത് വർണ്ണാഭമായി ആഘോഷിച്ചു. നബിദിന ഘോഷയാത്രകളിൽ ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. या नबी सलाम अलैकुम, या रसूल सलाम अलैकुम, या हबीब सलाम अलैकुम, സ്വലവാത്തുല്ലാഹി അലൈക്കും. പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങളുടെ 1499ാമത് ജന്മദിനമാണിന്ന്. ദഫ്മുട്ട്, അറബനമുട്ട്, സ്കൗട്ട്, ഫ്ലവർ ഷോ തുടങ്ങിയ പരിപാടികളോടെ വർണ്ണാഭമായ ഘോഷയാത്ര. വിവിധയിടങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകി. ഈ ഘോഷയാത്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിനൊരു മഹിമയുണ്ട്. അതായത് ജാതിയില്ല, മതങ്ങളില്ല, എല്ലാവർക്കും ഒരു ആഘോഷം വരുമ്പോൾ ഒരുമിച്ച് ഒരു മനസ്സോട് കൂടിയിട്ട് ആഘോഷിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓണാണെങ്കിൽ എല്ലാവരും കൂടി ആഘോഷിക്കും. അതുപോലെ തന്നെ നബിദിനം. മതങ്ങളെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ആശയമാണ് റസൂലുള്ളാഹി നമ്മളോട് ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. റാലിയിൽ പങ്കെടുക്കാനും റാലിയുടെ ഭാഗമായവർക്ക് മധുരം നൽകാനും മത, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ നിരവധി പേരെത്തി. മൗലിദ് പാരായണം, അന്നദാനം തുടങ്ങിയവയും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ഹോം
ഹോം ഗ്രൗണ്ടിൽ തിരുവനന്തപുരം കൊമ്പൻസിന് സീസണിലെ ആദ്യ ജയം. തൃശൂർ മാജിക് FC എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. വിഷ്ണുവും പാബുയിയുമാണ് കൊമ്പന്മാർക്കായി വലകുലുക്കിയത്. തൃശൂരിന്റെയും തുടർച്ചയായ 2ാം തോൽവിയാണ്. പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കൊമ്പൻസിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. കാരണം 16-ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടുന്നു, 69-ാം മിനിറ്റിൽ 2ാം ഗോൾ നേടുന്നു. സമ്പൂർണ്ണമായ ആധിപത്യം, വലിയ ആവേശം. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് എങ്ങനെയുണ്ടായിരുന്നു കളി? ഈ ഓണത്തിന് കിട്ടാനുള്ള ഒരു നല്ല സമ്മാനം തന്നെയാണ് ട്രിവാൻഡ്രക്കാർക്ക് കൊമ്പൻസ് ടീം തന്നിരിക്കുന്നത്. പഴയ പോലെയല്ല, ഹോം ഗ്രൗണ്ടിൽ വന്നപ്പോൾ കൊമ്പൻസ് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. 100% ഉറപ്പായിരുന്നു. കളിയുടെ തുടക്കം മുതൽ തന്നെ നമ്മൾ ലീഡിങ്ങിലായിരുന്നു. ഫുൾ നമ്മുടെ ക്യാപ്റ്റനും നമ്മുടെ ടീമും ഫുൾ സപ്പോർട്ടായിരുന്നു. ഫുൾ കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ നമ്മൾ വിജയം ഉറപ്പിച്ചിരുന്നതായിരുന്നു. തിരുവനന്തപുരത്ത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഫുട്ബോൾ ആവേശം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം വരാൻ നേരത്തെ പറയേണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു ആവേശം വന്നത്. അങ്ങനെ നേടിയപ്പോ പോലും കൊമ്പൻസിന് ഇത്ര ആവേശമില്ലായിരുന്നു. ഇവിടെ വന്ന് തൃശ്ശൂർ FC അത് CK വിനീതിന്റെ ടീമിനെ അടിച്ച് മാറ്റിയപ്പോ ഈ സലാ കപ്പ് നമുക്ക് തന്നെ. 21-ാം തീയതിയാണ് അടുത്ത മത്സരം. നിങ്ങൾ എത്തില്ലേ കാണാൻ? ഒറ്റ പേര് എന്തായാലും തലസ്ഥാന നഗരിയിൽ വലിയ ഫുട്ബോൾ ആവേശം ഉണ്ടായിരിക്കുന്നു. ക്യാമറമാൻ വിപിൻ വേളയ്ക്കൊപ്പം MC പ്രതീഷ്, 24 തിരുവനന്തപുരം. ജർമ്മനി ഹാനോവർ മലയാളി അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സിജോ ജോസ് ചാലക്കുടി പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹാനോവറിലെ മലയാളി അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. ആരവം എന്ന് പേരിട്ട ആഘോഷത്തിന്റെ 2ാം പതിപ്പിൽ നിരവധി മലയാളികളാണ് പങ്കെടുത്തത്. ഹാനോവർ ഇടവക വികാരി ഫാദർ ഫ്രാൻസ് കുർട്ട് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ചെറിയാൻ മറോട്ടിക്കൽ തടത്തിൽ ഓണസന്ദേശം നൽകി. ഓണം അത് സാഫല്യമാകുന്നത് മറ്റൊരു രാജ്യത്ത് നമ്മുടെ ഇടയിലും, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലുമെല്ലാം ന്യായവും നീതിയും സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. കുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഉൾപ്പെടെയുള്ളവരുടെ വടംവലി മത്സരം വലിയ ആവേശമായി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിഭവസമൃദ്ധമായ ഓണസദ്യയും പരിപാടിയുടെ മാറ്റുകൂട്ടി. ജർമ്മനി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെയും ആരോഗ്യ സെക്രട്ടറിയെയും മാറ്റാമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉറപ്പു നൽകിയതായി റിപ്പോർട്ട്. പോലീസ് കമ്മീഷണറെയും ആരോഗ്യ സെക്രട്ടറിയെയും മാറ്റണമെന്നായിരുന്നു സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടേഴ്സിന്റെ ആവശ്യം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ ആവശ്യം ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഈ ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്? പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെയും ഒപ്പം തന്നെ ആരോഗ്യ സെക്രട്ടറിയെയും ആരോഗ്യ വകുപ്പിലെ മറ്റ് മുതിർന്ന 2 ഉദ്യോഗസ്ഥർ, ആരോഗ്യ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സയൻസ് എന്നിവരെ മാറ്റണം എന്നുള്ളത്. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഇന്ന് നടന്ന ചർച്ചയിൽ തീരുമാനമായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് നാളെ പുറത്തിറങ്ങും എന്നുമാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ സർക്കാർ വൃത്തങ്ങൾ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ചർച്ചകൾ പൂർത്തിയായി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഈ ചർച്ചകളിൽ പങ്കെടുത്ത പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിന്റെ പ്രതിനിധികൾ മറ്റു ഡോക്ടേഴ്സുമായി ചർച്ച നടത്തി അറിയിച്ചതിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔപചാരികമായി യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രസ്താവന ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട പുറത്തിറങ്ങുമെന്നായിരുന്നു ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതുവരെയും അക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയേക്കും എന്നതടക്കമുള്ള
വിവരങ്ങൾ, അഭ്യൂഹങ്ങൾ നേരത്തെ പടർന്നിരുന്നെങ്കിലും അതും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ, ഔദ്യോഗിക സ്ഥിരീകരണം നാളെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റാൻ ഈ ചർച്ചകളിൽ ധാരണയായിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ഈ ചർച്ചകൾ പോസിറ്റീവ് ആയിരുന്നു എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശ്രീ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്ത പോലീസ് കമ്മീഷണറിനെയും ഒപ്പം തന്നെ ആരോഗ്യ സെക്രട്ടറിയെയും ഈ ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യത്തെ തുടർന്ന് മമതാ ബാനർജി മാറ്റാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ബൽറാം നെടുങ്ങാടി പങ്കുവയ്ക്കുന്നത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുറത്ത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചിലവ് 75,000 രൂപയെന്നാണ് അനുമാനം. ദുരന്തബാധിതർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിവരും. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ ആവശ്യങ്ങളുടെ പട്ടികയാണിതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ നിരത്തുന്നത്. 359 മൃതദേഹം സംസ്കരിക്കാൻ സർക്കാർ കണക്കാക്കുന്നത് 2,76,00,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ചെലവ് 75,000 രൂപ. വോളണ്ടിയേഴ്സിന്റെ ഭക്ഷണത്തിനും വാഹന സൗകര്യത്തിനുമായി 14 കോടി രൂപയും താമസത്തിന് 15 കോടി രൂപയുമാണ് എസ്റ്റിമേറ്റ്. വാഹനങ്ങളിലെ ഇന്ധനത്തിന് 4 കോടി രൂപ. ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രം വിതരണം ചെയ്യാൻ 11 കോടി രൂപയാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ക്യാമ്പിൽ ഭക്ഷണ വിതരണത്തിന് 8 കോടി രൂപ. 17 ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് 7 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി രൂപ. രക്ഷാകരമായി വന്ന എയർഫോഴ്സിന് ഹെലികോപ്റ്റർ ചാർജായി കൊടുക്കേണ്ടി വരിക 17 കോടി രൂപ. ബെയ്ലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് 1 കോടി രൂപ. മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് 15 കോടി രൂപയെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വിവരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് നൽകാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ പ്രാഥമിക കണക്കിലാണിതെന്നും ദുരന്തമേഖലയിൽ ചെലവഴിച്ച തുകയല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന ചെലവ് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. 24 കൊച്ചി. കൊല്ലം മൈനാഗപ്പള്ളി സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികൾ ബോധപൂർവം യുവതിയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കി എന്ന റിമാൻഡ് റിപ്പോർട്ട്. ചന്ദനമോഷണ കേസിലടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് അജ്മൽ. അമിത വേഗതയിലെത്തിയ കാറാണ് മൈനാഗപ്പള്ളി ആനൂർക്കാവ് സ്വദേശിനികളായ ഫൗസിയും കുഞ്ഞുമോളും സഞ്ചരിച്ച സ്കൂട്ടറിലിടിച്ചത്. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അജ്മൽ കൂട്ടാക്കിയില്ല. തുടർന്ന് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയായിരുന്നു. ഞാനൊരു സൈഡിലേക്ക് ചേട്ടത്തിയെ കാറിന്റെ ഫ്രണ്ടിലോട്ടാണ് ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെ ആ കാർ കയറി ഇറങ്ങി പോയത് ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. ഗുരുതര പരുക്കേറ്റ കുഞ്ഞുമോളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിച്ചു. വാഹനവുമായി അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും കടന്നു കളഞ്ഞെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് പിന്തുടർന്ന് പിടികൂടി. നാട്ടുകാരെ കബളിപ്പിച്ച് അജ്മൽ രക്ഷപ്പെട്ടെങ്കിലും പുലർച്ചെയോടെ പോലീസ് അജ്മലിനെ പിടികൂടി. ഡോക്ടർ ശ്രീകുട്ടിയെയും അജ്മലിനെയും പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശാസ്താംകോട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ചന്ദനമോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് അജ്മൽ. അമിതവേഗത്തിൽ അലക്ഷ്യമായാണ് കാർ സഞ്ചരിച്ചതെന്ന ദൃക്സാക്ഷികൾ. അവര് കറക്റ്റായിട്ട് ക്രോസ് ചെയ്ത് ആ വണ്ടി റോങ് സൈഡിൽ വരുമായിരുന്നു. വന്ന് അവരെ ഇടിച്ചിട്ടപ്പോ ഇത്ത ജസ്റ്റ് അടിയിലോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂവി വിളിച്ചു പറഞ്ഞു വണ്ടി എടുക്കല്ലേ എന്ന്. അയാൾ വണ്ടി ആ പുറത്തുകൂടെ എടുത്തതിന്റെ പേര് മാത്രമാണ് ഇത്ത മരണപ്പെട്ടത്. അപകടശേഷം വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും അജ്മൽ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നീടുള്ള യാത്രയിലും കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചതായും പോലീസിന് വിവരം ലഭിച്ചു. സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ റൂറൽ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു. ശ്രീകുട്ടിയെ വലിയത്ത് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ അതിജീവിതകളുടെ സ്വകാര്യത തകർത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ അട്ടിമറിയിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് WCC. മൊഴികൾ ചാനലിന് നൽകിയതിന് പിന്നിൽ റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെ നീക്കങ്ങളെന്ന് സംശയിക്കുന്നതായും WCC പറയുന്നു. സ്വകാര്യതയെ അവഹേളിക്കുന്ന ആക്രമണമെന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയെ WCC വിശേഷിപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിലും സർക്കാരിലുമുള്ള സംശയം. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും മൊഴി പുറത്തുവന്നതിലെ അമർഷം. ഇത് രണ്ടുമാണ് WCC റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് അയച്ച് തുറന്ന കത്തിൽ പ്രകടിപ്പിക്കുന്നത്. മൊഴി നൽകിയവർ ആരെന്ന് പുറം ലോകത്തിന് അറിയാൻ കഴിയുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത പുറത്തുവിട്ടതെന്ന് WCC കുറ്റപ്പെടുത്തുന്നു. മൊഴി പുറത്തായതിനു പിന്നിൽ സർക്കാരിനെയും പ്രത്യേക അന്വേഷണ സംഘത്തെയുമാണ് WCC സംശയിക്കുന്നത്. ഏറ്റവും സ്വകാര്യമായ മൊഴികൾ റിപ്പോർട്ടർ ചാനലിന് കിട്ടിയത്
കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നുവെന്ന ഗുരുതരാരോപണവും WCC ഉന്നയിക്കുന്നു. അതിജീവിതകൾ നൽകിയ മൊഴി കോടതി ഉത്തരവ് പോലും ലംഘിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ മാധ്യമ വിചാരണയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗുരുതരാരോപണം. വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റിപ്പോർട്ടർ ചാനൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും സർക്കാരിന് അപ്പോൾ തന്നെ ഇടപെടാമായിരുന്നുവെന്നും നടി രഞ്ജിനി 24നോട്. അപ്പോ ഇത് ഇപ്പൊ മെസ്സപ്പ് ആക്കിയത് ആരാ? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഷുഡ് ഹാവ് ടേക്കൻ കോഷൻ. ആ ചാനലിക്ക് തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യണം. ഇനി ആരെങ്കിലും ഈ റിപ്പോർട്ടെ കുറിച്ച് പുറത്തു വരുന്നെങ്കിൽ ഞങ്ങൾ സീരിയസ് ഒരു ഗാഗോടെ ഇടേണ്ടതല്ലോ. എന്ത് കാരണം കൊണ്ട് ഗവൺമെന്റ് ചെയ്തില്ല? അപ്പൊ മൊത്തത്തില് ഇത് ടോട്ടലായിട്ട് അട്ടർ ഫെയിലിയർ ആണ്. സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്നാണ് മുഖ്യമന്ത്രിയുടെ WCCയുടെ ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാനുള്ള ഉത്തരവിൽ റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ സംഘം വാർത്താസമ്മേളനങ്ങൾ വിളിക്കരുത്, മാധ്യമ വിചാരണ പാടില്ല എന്ന നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. 24 കൊച്ചി. നിപ ബാധിച്ച യുവാവ് മരിച്ച മലപ്പുറം നടുവത്ത് രോഗലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലബോറട്ടറിയിലാണ് പ്രാഥമിക പരിശോധന നടത്തുക. മരിച്ച 23 വയസ്സുകാരന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് സമ്പർക്കമുണ്ടായ കൂടുതൽ പേരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ചെറിയ തോതിലെങ്കിലും നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയ 10 പേരുടെ സാമ്പിളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ശേഖരിച്ചത്. ഇതിൽ 5 പേർ ഐസൊലേഷനിലാണ്. സാമ്പിളുകൾ കോഴിക്കോട് ലാബിൽ വെച്ച് പരിശോധിക്കും. നിപ ബാധിച്ചു മരിച്ച 23കാരന്റെ കോൺടാക്ട് ട്രേസിംഗ് വെല്ലുവിളിയെങ്കിലും പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 22-ന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം എവിടെയെല്ലാം പോയി എന്ന കൃത്യത വരുത്താൻ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. ഇതിനുശേഷം റൂട്ട് മാപ്പ് തയ്യാറാക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആരംഭിച്ച ഫീവർ സർവേ തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കും. ഇന്ന് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ 4, 5, 6, 7 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ നിലവിൽ വന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളായ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡിലും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സ്കൂൾ, കോളേജ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനും അനുവാദമില്ല. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. 151 പേർ നിലവിൽ ക്വാറന്റൈനിലാണ്. മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ 15 സഹപാഠികൾ നിരീക്ഷണത്തിലാണ്. കേരള ആരോഗ്യവകുപ്പ് കർണാടക ആരോഗ്യവകുപ്പിന് വിവരം കൈമാറി. 24 മലപ്പുറം. ഗുഡ് നൈറ്റ്.